നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ, എന്തിനാണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കും പല ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവരെല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും അസുഖങ്ങൾക്ക് മെഡിറ്റേഷൻ ഒരു തെറാപ്പിയായിട്ട് പറയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് 90% അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഓരോ ചിന്തകളും എനർജിയാണ്. ഈ എനർജി ശരീരത്തിൻ്റെ പല ഭാഗത്ത് കെട്ടിക്കിടന്ന് നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. അതുവഴി നമുക്ക് പല അസുഖങ്ങൾ വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക വഴി കുറേയൊക്കെ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും. വൺസ് മനസ്സ് ശാന്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ തന്നെ നോർമൽ ഹീലിംഗ് മെക്കാനിസം ആക്ടിവേറ്റ് ആവുകയും ശരീരത്തിൻ്റെ സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അസുഖങ്ങൾ പതിയെ പതിയെ കൺട്രോളായി വരികയും ചെയ്യുന്നു. ഇതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റം. അപ്പോൾ മൈൻഡ് പരമായിട്ട് പറയുവാണെങ്കിൽ ഈ മെഡിറ്റേഷൻ്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ ആൽഫ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വളരെ കാമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. വൺസ് നമുക്ക് ആ ഒരു ആൽഫ സ്റ്റേറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നമ്മുടെ പല മാനസിക പ്രശ്നങ്ങളും, അതായത് ആങ്സൈറ്റി, സ്ട്രെസ്സ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതാണ്. ഇനി നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് തരം മെഡിറ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ മെഡിറ്റേഷനും എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നോക്കി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മെഡിറ്റേഷൻ നമുക്ക് യോജിച്ച മെഡിറ്റേഷൻ ആവണമെന്നില്ല. പകരം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളൊരു മെഡിറ്റേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നമുക്ക് യോജിച്ചതാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ റാൻഡംലി കണ്ട ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ളതല്ല ആ മെഡിറ്റേഷൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ മെഡിറ്റേഷനും എല്ലാവർക്കും ഉള്ളതല്ല. നമുക്കുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യോജിച്ച സംഭവം നമുക്ക് നോക്കിയും കണ്ടും ചെയ്യാൻ സാധിക്കണം. ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത് പരിചയമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് തന്നെ അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ ചിന്തകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തു എന്ന് പറഞ്ഞോ 2 ദിവസം ചെയ്തു എന്ന് പറഞ്ഞോ ഒരിക്കലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. പകരം സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നത് വഴി മാത്രമേ മനസ്സിന് ശാന്തത, ദേഷ്യം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഉറക്കക്കുറവ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, ഇവയിൽ നിന്നൊക്കെ പൂർണ്ണമായും നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. പലരും പറയുന്ന ഒരു പ്രോബ്ലമാണ്, മെഡിറ്റേഷൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഡോക്ടറെ, മെഡിറ്റേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ വരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരും ഫസ്റ്റും മെഡിറ്റേഷൻ ചെയ്ത് നമുക്കങ്ങ് സക്സസ്ഫുൾ ആവണമെന്നില്ല. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും അതുവരെ ഇല്ലാത്ത ചിന്തകളെല്ലാം നമ്മുടെ തലയിലോട്ട് കയറി വരുന്നത്. വന്നോട്ടെ, അതിനെ വരാൻ അനുവദിക്കുക, എല്ലാ ചിന്തകളെയും വരാൻ അനുവദിക്കുക. പക്ഷെ നമ്മൾ ആ ഒരു സ്ഥിരം ചെയ്യുക എന്ന് പറയുന്നത് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്ഥിരമായി ചെയ്യുന്നത് വഴി ഇന്നിപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ നിന്നപ്പോൾ എനിക്കൊരു 25 ചിന്തകൾ വന്നു എന്നിരിക്കട്ടെ. അത് ഒരാഴ്ച കഴിയുമ്പോൾ ഈ 25 എന്നുള്ളത് ചിലപ്പോൾ 10 ആവാം. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറഞ്ഞു വരും. കറക്റ്റ് ഒരു 3 ആഴ്ചയൊക്കെ നമ്മൾ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ 3-ാമത്തെ ആഴ്ച തൊട്ട് ഈ പറയുന്ന ലക്ഷ്യം, അതായത് മനസ്സിന് ശാന്തത എന്ന് പറയുന്ന ലക്ഷ്യം, അതിലേക്ക് നമ്മൾ എത്തുവാൻ നമുക്ക് സാധിക്കും.
പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന മെഡിറ്റേഷൻസ് ഒന്നും അല്ലെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. വേറൊന്നുമല്ല, കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ തന്നെ ബ്രീത്തിനെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. നമ്മുടെ തന്നെ ബ്രീത്തിനെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ശരിയായ രീതിയിലാണോ നമ്മൾ ബ്രീത്ത് എടുക്കുന്നത് എന്നുള്ളത്. ഒരു ജനിക്കുന്ന കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും. ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ വയറ് വീർത്ത് വരും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചൊട്ടിയായിരിക്കും വരുന്നത്. നമ്മൾ അങ്ങനെയാണോ ശ്വാസം എടുക്കുന്നത്? നമ്മുടെ തന്നെ ബ്രീത്ത് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങനെയല്ല ബ്രീത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പതിയെ, നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വർഷങ്ങൾ ഉള്ള നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കാരണം നമ്മൾ പതിയെ ചെസ്റ്റ് ബ്രീത്തേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് നെഞ്ചുകൊണ്ട് ശ്വാസം എടുക്കുന്ന ഒരു രീതിയിലോട്ട് നമ്മൾ മാറും. ഈ നെഞ്ചുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഷാലോ ആണ്. അതായത് വളരെ കുറച്ച് പ്രാണൻ മാത്രമേ നമ്മുടെ ഉള്ളിലോട്ട് കയറത്തുള്ളൂ. നമ്മുടെ ശരീരത്തിന് സുഖപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള പ്രാണൻ നമ്മുടെ ഉള്ളിലേക്ക് കയറത്തില്ല. അപ്പോൾ അവിടെ എന്ത് വേണം എന്ന് വെച്ചാൽ, കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിലും പതിയെ നമ്മൾ ബെല്ലി ബ്രീത്തിങ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിലോട്ട് നമ്മൾ മാറണം. അത് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ ഹീലിംഗ് സംഭവിക്കുകയുള്ളൂ. അല്ലാതെ ചെസ്റ്റ് ബ്രീത്തിങ് കൊണ്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ വളരെ കുറച്ച് ഓക്സിജനെ കയറത്തുള്ളൂ. കാലക്രമേണ നമ്മുടെ ലങ് കപ്പാസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം, കുറച്ചു നേരം വളരെ സിമ്പിളായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ, കണ്ണടച്ചിരുന്നിട്ട് പതിയെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുന്ന സമയത്ത് വയറ് വീർത്ത് വരുന്നുണ്ടെന്ന് ഉറപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയർ ചുട്ടി വരുന്നുണ്ടെന്നും ഉറപ്പിക്കുക. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കറക്റ്റ് ഒരു മാസം ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ല മാറ്റം വരും. നമ്മുടെ ശരീരത്തിലെ ഹീലിംഗ്, അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതിലും നല്ല മാറ്റം വരുന്നതായിരിക്കും. താങ്ക് യു.